എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെ വീട്ടിൽ, നമ്മൾ പണിത വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതെ പോയത് വീട് പണിയുമ്പോഴുണ്ടായിട്ടുള്ള ചില അശ്രദ്ധകളാണ് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ആ അശ്രദ്ധകളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ആദ്യമേ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരുപക്ഷെ നിങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവരാവാം, വീട് പണിയാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരാവാം, അതുമല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കാം ഒരു വീട് പണിയുന്നുണ്ടാവുക. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബഡ്ജറ്റാണ്. എത്ര രൂപയുടെ വീടാണ് നമ്മൾ പണിയേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വ്യക്തത നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, ഒരു വീട് പണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കുള്ള സാമ്പത്തികമായ സ്രോതസ്സ് പല ആളുകൾക്കും വ്യത്യസ്തമാണ്. ചില ആളുകളെ സംബന്ധിച്ച് കയ്യിൽ പണമുണ്ടായിരിക്കും, ചില ആളുകളെ സംബന്ധിച്ച് കുറച്ച് പണമുണ്ട്, ബാക്കി ലോൺ എടുക്കണം. ചില ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും വസ്തു വകകളുണ്ടാകും, അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വീട് പണിയുക എന്നതാവാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ വരുന്ന ക്യാഷ് എന്ന് പറയുന്നത്, വീട് പണിയാൻ വേണ്ടി ഒരുക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? വ്യക്തത ഉണ്ടാവണം. എത്ര രൂപയുടെ വീടാണ് നമ്മൾ പണിയാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു കണക്ക് നമുക്കുണ്ടായിരിക്കണം. 20 ലക്ഷമാണ് നമ്മളൊരു വീട് പണിയാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ 20 ലക്ഷത്തിനുള്ളിൽ ആ വീട് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുക? അതിന് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ നമുക്കുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്കുണ്ടായിരിക്കണം. അതായത് വീടിൻ്റെ കുറ്റിയടി തൊട്ട് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വരെയുള്ള ചെലവുകൾ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് അതിൻ്റെ ടോട്ടൽ കണക്ക് വരുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? ഒരു ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാമെന്ന് നമ്മൾ ചിന്തിച്ചിറങ്ങുന്നു. വീട് പണിയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഏകദേശം ഒരു 75-80% പൂർത്തിയാക്കുമ്പോഴേക്കും പണം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും, 20 ലക്ഷം രൂപയും തീർന്നിട്ടുണ്ടാവും. നമ്മൾ ചേർക്കാത്ത കുറേ കണക്കുകളുണ്ട്, വിട്ടുപോകുന്ന ഒരുപാട് കണക്കുകൾ. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ, കിച്ചണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ, പാത്രങ്ങൾ, ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ, അതുപോലെ തന്നെ വീടിൻ്റെ ജനലിടുന്ന കർട്ടൻസ്, എക്സ്റ്റീരിയർ മുറ്റം അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താറില്ല. എന്നാൽ ഒരു ബഡ്ജറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീടിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുട്ടുസൂചിയുടെ കണക്ക് പോലും സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനാവണം. നിങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വരുന്ന ചെലവടക്കം നിങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടാവണം നിങ്ങളുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ആ രീതിയിൽ നിങ്ങൾക്കൊരു വീടിൻ്റെ എല്ലാ ബഡ്ജറ്റും കണക്കുകളും സെറ്റ് ചെയ്ത് വീടിൻ്റെ പണിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് വരുന്നു, അതിനുശേഷം സമാധാനത്തോടെ സന്തോഷത്തോടെ ആ വീട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാനാവും. അത് മാത്രവുമല്ല, അതിൽ 1 രൂപ പോലും കൂടാൻ പാടില്ല. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കുറ്റിയടിക്കുന്നു, അതിൻ്റെ ചെലവുകളുണ്ട്, അതുപോലെ തന്നെ തറ കെട്ടുന്നു, ഫൗണ്ടേഷൻ ഉണ്ട്, പടവ് കെട്ടുന്നു, ലിൻറ്റൽ, മെയിൻ വാർപ്പ്, അതുപോലെ തന്നെ ടൈലിടുന്നതിൻ്റെത്, വയറിങ്, അങ്ങനെ പല പല സ്റ്റേജുകളുണ്ട്. ഇതിനെല്ലാം കൃത്യമായ ബഡ്ജറ്റ് മാറ്റിവെച്ച് നമ്മൾ കൃത്യമായ ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കിയിട്ടാവണം ഒരു വീടിൻ്റെ പണി നിങ്ങൾ കൃത്യമായി തുടങ്ങേണ്ടത്. അതെന്തിനാണെന്നറിയോ? ചിലപ്പോൾ ഫൗണ്ടേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരിക്കാം പണം വരിക, അല്ലെങ്കിൽ കുറവായിരിക്കാം. ഇനി കൂടുതലാണെങ്കിലും അടുത്ത ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തീർത്തുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റും. അതല്ലെങ്കിലോ ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ബഡ്ജറ്റുകൾ കയറി വരികയും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കടങ്ങളും ബാധ്യതകളും ഒക്കെ ആക്കിയിട്ട് ആകെ ജീവിതത്തിൻ്റെ താളം കൂടി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.
അതുകൊണ്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ ഒരു രൂപ പോലും കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായി അത് തീർക്കുക. അതിൽ പക്ഷേ A to Z കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ എന്ത് വേണം, പല ആളുകളും പല കാര്യങ്ങളും പറയും ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ. നിങ്ങളതൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ മുന്നോട്ട് പോവുക. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളത്, നമ്മളൊരു വീട് ഡിസൈൻ ചെയ്തതിന് ശേഷമല്ല ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. അതിന് പകരം നമുക്ക് ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളിക്കുക എന്നതാവണം നമ്മുടെ തിയറി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, ഒരുപാട് പരാജയങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ നമുക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. നമുക്ക് പല വീടുകളും കണ്ടിട്ടായിരിക്കാം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഉൾക്കൊള്ളിക്കണം എന്ന് കരുതി ആദ്യമേ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ പ്ലാനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരിക്കും. അപ്പോൾ അതല്ല നമുക്ക് ആവശ്യം. ആദ്യം ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് ബിൽഡ് ചെയ്യുന്നൊരു വീട് എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റായിട്ട് മാറേണ്ടത്. നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വലിയ വീട് എന്ന സങ്കല്പമോ ചിന്തയോ അല്ല നമുക്ക് ആവശ്യം. മറിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് വീട് എന്ന സങ്കല്പത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം വീടിൻ്റെ ഡിസൈൻ അല്ല ഉണ്ടാക്കേണ്ടത്, ആദ്യം ബഡ്ജറ്റാണ്. ഇത്ര രൂപയുടെ ബഡ്ജറ്റ് എന്ന രീതിയിൽ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക, അതുമായിട്ട് മുന്നോട്ട് പോകാം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു ലോൺ എടുത്തിട്ടാണ് വീട് പണിയുന്നതെങ്കിൽ എത്ര ലോൺ എടുക്കണം എന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. അതായത് നമുക്ക് ഇതൊരു 1.5 വർഷത്തിന് ശേഷം ഇത് അടവ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്ക് അടക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ടാണ് എത്ര ലോൺ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു മാസം ഇത്ര അടക്കണം എന്ന് പറയേണ്ടി വരിക, അല്ലേ? അപ്പോൾ എത്രയാണ്? ഇപ്പോൾ 25,000 രൂപ നമുക്ക് അടക്കാൻ പറ്റും. എന്നാൽ അത് മാക്സിമമാണ്. എന്നാൽ അത്രയും അടക്കുന്ന രീതിയിൽ നമ്മൾ ലോൺ ഒരിക്കലും എടുക്കാൻ പാടില്ല. 20,000-ഓ 20,000-ൽ താഴെയോ അടവ് വരുന്ന രീതിയിലുള്ള ഒരു ലോൺ മാത്രമേ നമ്മൾ എടുക്കാവൂ. കാരണം എന്താണ്, ജീവിതത്തിൽ പല പല ആവശ്യങ്ങളും വരും. നമ്മൾ മാക്സിമം നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് കരുതി അത്രയും ലോൺ എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കയറി വരും. ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കയറി വരുമ്പോൾ നമ്മൾ ഈ ഫണ്ട് അവിടെ ഇവിടെയൊക്കെ മാറുന്ന സമയത്ത് ഈ അടവ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവില്ല. അപ്പോൾ കടവും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. അതിനെന്ത് വേണം, നമുക്ക് മാക്സിമം അല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ അതിൽ നിന്നും കുറച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോണിൽ നിന്നുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഹൗസിംഗ് ലോൺ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു മാസം അടക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിൽ അത്രയും എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലോണ് എടുക്കാൻ പാടുകയുള്ളൂ. അല്ലാതെ നമുക്ക് എത്രയാണോ അടക്കാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും, പ്രശ്നങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുമായിരിക്കാം, കുറേ വർഷങ്ങൾ കഴിയുന്തോറും പണത്തിൻ്റെ മൂല്യം കുറയും, നമ്മളെ വരുമാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ച് നമ്മൾ മാക്സിമം എടുത്താലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഓർക്കേണ്ടത്, കാലം മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഒരു പക്ഷേ പണത്തിൻ്റെ മൂല്യം കുറയുന്നുണ്ടാകാം, വരുമാനം കൂടുന്നുണ്ടാവാം. പക്ഷേ അതിനോടൊപ്പം തന്നെ ചെലവുകളും കൂടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി എത്ര രൂപയാണോ നമുക്ക് മാക്സിമം അടക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് താഴെയുള്ള ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോണ് നമ്മളെടുത്ത് ഒരു വീട് പണിയുക. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഹൗസിംഗ് ലോൺ മുന്നോട്ട് പോവുകയും അവിടെ നിങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള നാലാമത്തെ കാര്യം, നിങ്ങളൊരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു സേവിങ്സും കൂടി തുടങ്ങുക എന്നുള്ളതാണ്. ഒരു ചെറിയ ചിട്ടി ചേരാം. ഇപ്പോൾ KSEFയിലൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിട്ടികൾ ഇഷ്ടംപോലെ ചിട്ടികളുണ്ട്, മൾട്ടി ചിട്ടികളൊക്കെ ഉണ്ട്, അല്ലേ? 100ഓളം അടവുകൾ വരുന്നത്. ഇപ്പോൾ 5 ലക്ഷം 10 ലക്ഷം രൂപയുടെയൊക്കെ 10 ലക്ഷം രൂപയ്ക്കൊക്കെ മാസം ഒരു 8,000 രൂപയ്ക്കാണ് അടവ് വരുന്നത്. ഇപ്പോൾ 5 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 3.5-4 രൂപയ്ക്കുള്ളിലായിട്ടായിരിക്കും അടവ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ചിട്ടികളൊക്കെ ചേരുക. ഇതൊരു 4 വർഷത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിളിച്ചെടുക്കാം. 8 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ പീരീഡ് കഴിയും, ആ ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചിട്ടികളിലൊക്കെ ചേരുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളിൽ ചേരാം, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ചേരാം. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തെങ്കിലും ഒരു സേവിങ്സ് ചെയ്തു വെക്കുക.
ഈ ഹൗസിംഗ് ലോണിംഗ് ഒക്കെ ഡിമിനിഷിങ് റേറ്റിലായിരിക്കും നമുക്ക് ലോൺ കിട്ടുക. ഡിമിനിഷിങ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അടക്കുന്നതിനനുസരിച്ച് എമൗണ്ട് കുറയുകയും ആ കുറഞ്ഞ എമൗണ്ടിന് മാത്രമേ പലിശ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഡിമിനിഷിങ് റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് റേറ്റിലും ചിലപ്പോൾ നമുക്ക് ലോൺ കിട്ടാറുണ്ട്. ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അടച്ചു തീരുന്നത് വരെ ഒരേ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഡിമിനിഷിങ് റേറ്റിലാണ് പൊതുവെ ഹൗസിംഗ് ലോൺ കിട്ടാറുള്ളത്. അപ്പോൾ ഈ ചിട്ടിയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു 3-4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൗസിംഗ് ലോണിലേക്ക് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടവിൻ്റെ ഒരു വലിയ ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും. ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും, കാരണം ഹൗസിംഗ് ലോണൊക്കെ 25-30 വർഷമൊക്കെയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിട്ടിയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ 8 വർഷം കംപ്ലീറ്റ് നമ്മൾ അടച്ചു തീർന്നതിന് ശേഷം അടച്ചു തീർത്താൽ പോലും ഒരു വലിയ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ ഹൗസിംഗ് ലോൺ അടച്ച് ആ അടവ് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോൺ പെട്ടെന്ന് തീരുകയും ചെയ്യും. അതുപോലെ തന്നെ അടവുകളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താനും പറ്റും. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഹൗസിംഗ് ലോണൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയാനുള്ള 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഈ 2-3 വർഷം ലോൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടേക്ക് ഓവർ ചെയ്യാം. ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തു, ചിലപ്പോൾ 9.5%, 11%-ത്തിനൊക്കെ ആയിരിക്കും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അടവും അതിനനുസരിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു 2-3 വർഷമൊക്കെ വളരെ പ്രോപ്പറായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ബാങ്കുകളിലേക്ക് നമുക്കിത് ടേക്ക് ഓവർ ചെയ്യാം. ടേക്ക് ഓവർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? ഇതിനേക്കാൾ കുറഞ്ഞ പലിശയിലാണ് നമുക്ക് ടേക്ക് ഓവർ കിട്ടുക. അതായത് 10-11% ആണ് നമ്മൾ ഇപ്പം നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 8%-നും 8.5%-നുമൊക്കെ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2%, 3% നമുക്ക് ഈ ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ടിൽ നമ്മൾ അടക്കേണ്ട എമൗണ്ടിൽ വരുന്ന മാറ്റം ചെറുതായിരിക്കില്ല. ഒരുപക്ഷെ ഒരു 20,000 രൂപ അടക്കേണ്ട ഒരാൾ ഒരുപക്ഷെ 16,000-ഓ 17,000 രൂപ അടക്കേണ്ടി വരും. 2,000-3,000 രൂപയൊക്കെ ഒറ്റയടിക്ക് കുറയുകയാണ്. അപ്പം നമുക്ക് കുറേ കൂടി കംഫർട്ടബിൾ ആവും, അടക്കാൻ കുറേ കൂടി നമുക്ക് സൗകര്യപ്രദമായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളും അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ശീലിക്കുക. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാത്രവുമല്ല, പ്രോപ്പറായിട്ട് അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റ് ഏത് ബാങ്കും ടേക്ക് ഓവർ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം. അതുകൊണ്ട് ടേക്ക് ഓവർ 2-3 വർഷത്തിന് ശേഷം ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഈ ഹൗസിംഗ് ലോണിനെയൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി പറയാനുള്ള 6ാമത്തെ കാര്യം, നമ്മൾ സ്വയം വീട് വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ? വീടിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾക്ക് നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കും. നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമ്മളൊരു വീട് എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. കാരണം ഒരു 20 ലക്ഷം രൂപയുടെ ഒരു വീട് നമ്മൾ എടുക്കുമ്പോൾ ഒരു 15%, 20% ആ കോൺട്രാക്ടർ ലാഭം എടുക്കും. 20 ലക്ഷം രൂപയുടെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയോളം വന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വീട് 16 ലക്ഷം രൂപയുടെയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതിനേക്കാൾ നല്ലത് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. ജീവിതത്തിൽ ഏകദേശം 1 വർഷം 1.5 വർഷമൊക്കെയാണ് നമ്മളൊരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക സമയം അല്ലേ? അപ്പോൾ അത്രയും സമയം എങ്കിലും ജീവിതത്തിലെ കുറച്ച് സമയമെങ്കിലും നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധനങ്ങളൊക്കെ മെറ്റീരിയൽസൊക്കെ നമ്മൾ തന്നെ എടുത്തു കൊടുത്ത് നമ്മുടെ നാട്ടിലുള്ളവരെ കൊണ്ടും മറ്റ് ചെറിയ കോൺട്രാക്ടേഴ്സിനെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് വളരെ പ്രോപ്പറായിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ ചെലവഴിക്കാൻ ആഗ്രഹിച്ചത് അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും പെർഫെക്ഷനിലും ആ പണം മുഴുവൻ അതേ നല്ല ക്വാളിറ്റിയിൽ ആ വീടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഒരു വീട് പണിയുമ്പോൾ സ്വയം ആ വീട് പണി ചെയ്യാനുള്ള ശ്രമം നടത്തുക. പരമാവധി എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല, എന്നിരുന്നാൽ പോലും പറ്റുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട 6ാമത്തെ കാര്യം. 7ാമത് പറയാനുള്ളത്, നമ്മളൊരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരു ഡെഡ് സ്പേസുകൾ ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത സ്പേസുകൾ വെറുതെ നമ്മൾ പണിത് വയ്ക്കരുത്. ചില ആളുകളെ സംബന്ധിച്ച് താഴെ 2 ബെഡ്റൂം ഉണ്ടാകും, മുകളിൽ ബെഡ്റൂം, ഹാള്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. താമസിക്കാൻ ഒരുപക്ഷെ 2 ചെറിയ മക്കളും
ഭാര്യയും ഭർത്താവും, അങ്ങനെ ചെറിയൊരു ഫാമിലിയൊക്കെ ആയിരിക്കാം. അപ്പോൾ ബാക്കി ഈ മുകളിൽ ഒരു പക്ഷേ വല്ലപ്പോഴും കയറുന്നവരായിരിക്കും ഇവർ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന പോലും ഉണ്ടാവില്ല. താഴെ തന്നെ ആയിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക. 2 ബെഡ്റൂം താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ള സ്പേസായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഓരോ സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ചിട്ടും നമ്മുടെ എമൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്പേസുകളൊക്കെ മാറ്റി ആവശ്യത്തിന് മാത്രം നമ്മൾ വീട് പണിയുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു വീട് പണിയുന്നത്. ചിലപ്പോൾ പല ആളുകളും അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് അല്ലേ, എൻ്റെ വലിയ വീടാണെന്ന് മറ്റുള്ളവരെ പറയണമെന്ന് ചിന്തിച്ചിട്ട് വലിയ വീടൊക്കെ പണിയും, നമ്മുടെ ബഡ്ജറ്റിലപ്പുറം, ബഡ്ജറ്റിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമുള്ള വീടൊക്കെ പണിയും. ഇത് കാണുന്നത് ഒരു ദിവസം നിങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നാണ് എല്ലാവരും ഒന്ന് കാണുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും കാണാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ വന്നു പോവുകയുള്ളൂ, ബാക്കി ആരും കാണുമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. മാത്രവുമല്ല, ഇപ്പോൾ നിലവിൽ നമുക്ക് എന്താണോ ആവശ്യം അത് ചെയ്യുക. പിന്നീട് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം മാത്രം ഒരുക്കി വെച്ചുകൊണ്ട് വീട് പണിതാൽ മതി. ഇപ്പോൾ നമ്മളത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പോൾ ആവശ്യമുള്ളത് പണിയുക, നാളെ ആവശ്യം വരുന്ന സമയത്ത് അത് കൂട്ടി പണിയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് വലിയ ബാധ്യതയൊന്നുമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്കവിടെ കഴിയാൻ പറ്റും. ഒരു വലിയ വീട് പണിയുക എന്നതാവരുത് നിങ്ങളുടെ ലക്ഷ്യം. അതിലപ്പുറം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സംഭവം പണിയുക. അത് ചെറിയ വീടാണെങ്കിൽ പോലും അതിനെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നൽകുന്ന ഒരു വീട്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കുഞ്ഞു വീട്, അത് മതിയെന്നേ. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ, ജീവിതത്തിൻ്റെ ഉയർച്ചകളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറായിട്ട് മാറുന്നത്. ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് ഒരു വീട്ടിൽ നിന്ന് കിട്ടേണ്ടത്. അത് ചെറിയ വീടാണെങ്കിലും അതിനെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്നതാവണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഭാഗം. അതാണ് 7ാമത്തെ കാര്യം. ഇനി പറയാനുള്ള 8ാമത്തെ കാര്യം, നമ്മുടെ വീട് പണി നീണ്ടുപോകരുത് എന്നുള്ളതാണ്. വർഷങ്ങളെടുത്തിട്ട് ഒരു വീട് പണി നമ്മൾ പൂർത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് അധിക ബാധ്യതകൾ ഉണ്ടാക്കും. ഒന്ന്, ചിലവ് കൂടും. ഓരോ വർഷം കഴിയും തോറും എല്ലാ മെറ്റീരിയൽസിൻ്റെയും റേറ്റ് കൂടും. 2, നമ്മുടെ വീടിൻ്റെ സ്ട്രെങ്ത് കുറയും. ഈ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് പ്ലാസ്റ്ററൊന്നും ചെയ്യാതെ കമ്പിയൊക്കെ ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തുരുമ്പെടുത്ത് അങ്ങനെ വീടിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. പിന്നെ വീടിനൊരു പെർഫെക്ഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. ഇതൊരു പ്രോസസ്സാണ്. അതായത് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് അത് പൂർത്തിയാകുന്നത് വരെ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അതിൻ്റേതായ രീതിയിൽ അത് പൂർത്തിയാകുമ്പോഴാണ് അത് കൃത്യമായൊരു പെർഫെക്ഷൻ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതായത് ഫൗണ്ടേഷൻ, വീടിൻ്റെ തറ കെട്ടിയിടാം നമുക്ക്. അത് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് 1 or 2 വർഷം വേണമെങ്കിൽ നമുക്കവിടെ വയ്ക്കാം. കാരണം എന്താണ്, കുറച്ച് വെയിലും മഴയൊക്കെ കൊള്ളുമ്പോഴാണ് അത് കുറച്ചുകൂടി കരുത്തോടെ അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വർഷക്കാലം നമ്മുടെ ഫൗണ്ടേഷൻ അവിടെ നിന്നുവെന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫൗണ്ടേഷൻ കഴിഞ്ഞ് പടവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എത്രയും പെട്ടെന്ന് ഏകദേശം 1 വർഷത്തിനുള്ളിലോ 1.5 വർഷത്തിനുള്ളിലോ തന്നെ വീടിൻ്റെ പണി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാവണം. അല്ലെങ്കിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. അത് പിന്നീടാണ് നമുക്ക് ബോധ്യമാവുക എന്ന് മാത്രം. അതുകൊണ്ട് വീട് പണി അധികം നീണ്ടു പോവാതെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുക. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് 8ാമത് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇനി പറയാനുള്ള 9ാമത്തെ കാര്യം, നമ്മുടെ വീടിന് നല്ല കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റണം. പണ്ടത്തെ കാലങ്ങളിൽ തീർച്ചയായിട്ടും ഈ കാറ്റും വെളിച്ചമൊക്കെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ചെറിയ മുറികളാണ്, ഇടുങ്ങിയ മുറികളൊക്കെയാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തെ വീടിൻ്റെ മുറ്റവും അതുപോലെ തന്നെ പറമ്പും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വിശാലമാണ് അല്ലേ? മുറ്റമൊക്കെ വളരെ വിശാലമായ മുറ്റമുണ്ടാവും, ഓടിച്ചാടി കളിക്കാം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് അവർക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചെറിയൊരു പ്ലോട്ടിനുള്ളിലാണ് നമ്മളൊരു വീട് പണിയുന്നത്. അപ്പോൾ വീടിൻ്റെ ഉൾവശം നല്ല വെന്റിലേഷനൊക്കെ കൊടുത്ത് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. അത് നമ്മുടെ മനസ്സിനെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്.
ചെറിയ മുറികളൊന്നും കുഴപ്പമില്ല, പക്ഷേ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയുന്നില്ലേ, അത് കുറേയൊക്കെ സത്യമാണ്, എന്നാൽ കുറേയൊക്കെ വളരെ അബദ്ധമാണ് എന്ന് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാസ്തു എന്ന് പറഞ്ഞാൽ ഇത്രയേ നിങ്ങൾ മനസ്സിലാക്കണ്ടോ. വീടിൻ്റെ ഉള്ളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നൽകുന്ന രീതിയിൽ, നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ വീട് ഡിസൈൻ ചെയ്യുക എന്നത് മാത്രമേ നിങ്ങൾ വാസ്തുവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ചിന്തിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ളൊരു വീട് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പലപ്പോഴും നമ്മളെ പേടിപ്പിച്ചിട്ട് പലതും ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണത വാസ്തുശാസ്ത്രത്തിലുണ്ട്. അതൊക്കെ ശാസ്ത്രമാണോ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒന്ന്, വാസ്തുശാസ്ത്രം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. നന്നായിട്ട് കാറ്റും വെളിച്ചവും കിട്ടുന്ന, നല്ല വെന്റിലേഷൻ കിട്ടുന്ന വീടുകൾ പണിയുക എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. പണ്ടത്തെ വീടുകൾ പോലെയല്ല ഇപ്പോഴത്തെ വീടുകൾ. പഴയ ആ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടൊന്നും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, അതും പ്രാക്ടിക്കൽ ആവില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷം നൽകുന്ന, ഒരു എനർജി കിട്ടുന്ന എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചു വീട് പണിയുക എന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാവേണ്ടത്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട 10ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറുതെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ കിച്ചൺ സ്ലാബ് പണിയുന്ന സമയത്ത്, അതിൻ്റെ കബോർഡ് പണിയുന്ന സമയത്ത്, ഇപ്പോൾ മോഡുലാർ കിച്ചണൊക്കെ ആണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഒരു TV യൂണിറ്റ് ചെയ്യുമ്പോൾ, സ്റ്റെയർ കേസ് പണിയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കണക്കുകൾ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കിച്ചൺ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ സ്ത്രീകളായിരിക്കും അല്ലേ. അവരുടെ ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു മെഷർമെൻ്റ് ഉണ്ട്, അത് നോക്കിയിട്ടായിരിക്കണം അവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് കിച്ചൺ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കിച്ചൺ സ്ലാബ് പണിയേണ്ടത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, കുറച്ച് വർഷക്കാലം ഇവർ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ പല ആളുകൾക്ക് സംഭവിക്കുന്നതാണ്, ഈ ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുന്നത് ഈ കണക്കുകൾ പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഈ സ്റ്റെയർ കേസൊക്കെ അതിൻ്റെ കണക്കുകൾ ശരിക്കും 15 സെൻറ്റിമീറ്റർ ഹൈറ്റും 30 സെൻറ്റിമീറ്റർ വീതിയുമാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. കാരണം ഒരു വീടിൻ്റെ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. എന്നിരുന്നാൽ പോലും പലപ്പോഴും വലിയ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നതും കിച്ചൺ സ്ലാബ് എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണക്കുകൾ പ്രോപ്പർ അല്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. പല ശാരീരികമായ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ TV യൂണിറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഹൈറ്റിൽ മാത്രമേ TV യൂണിറ്റ് പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല മെഷർമെൻറ്റുകളുമുണ്ട്. ഇതിൻ്റെ കണക്കുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും യോജിച്ച രീതിയിലായിരിക്കണം നമുക്ക് ഇരിക്കാനുള്ള, നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനുള്ള അതിൻ്റെ കണക്കുകളും ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു വീട് പണിയുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പുതിയ വീട് പണിത് എവിടെ താമസിക്കുമ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ നമുക്ക് ജീവിക്കാനാവും. അല്ലെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും. ഒരു ജീവിതത്തിൽ നമ്മൾ ഒരു വീട് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ വീട് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് എടുക്കുക, നല്ല രീതിയിൽ എടുക്കുക. വലിയ വീട് എന്നതിനപ്പുറം വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് സംതൃപ്തി നൽകുന്ന, നമുക്ക് നല്ല ആരോഗ്യം നൽകുന്ന, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നൽകുന്ന ഒരു കൊച്ചു വീട് പണിയുക, അവിടെ ആസ്വദിച്ച് ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.